നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ പുതിയ ചില സുപ്രധാന തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ്. എന്തായാലും പ്രവാസികൾക്ക് കൂടുതൽ ആശ്വാസം പകരുന്ന വാർത്തയാണ് പുറത്തു വരുന്നതും. തൊഴിൽ മാറ്റത്തിന് അനുമതിയുമായി അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ മാറ്റത്തിന് കൂടുതൽ പ്രക്രിയകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഖത്തർ ഇതിൽ പുതിയൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു തീരുമാനവുമായിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി 3 നിയന്ത്രണങ്ങളോടെയുള്ള തൊഴിൽ മാറ്റത്തിന് അനുമതി നൽകുന്നതാണ് അധികൃതർ. എന്തായാലും തൊഴിൽ മാറ്റത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് തൊഴിൽ മാറ്റത്തിന് വിജ്ഞാപനം, മത്സരരഹിതം, നഷ്ടപരിഹാരം എന്നിങ്ങനെ 3 നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് ഭരണനിർവഹണ വികസന തൊഴിൽ സാമൂഹ്യകാര്യ മന്ത്രാലയത്തിലെ തൊഴിൽകാര്യ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ഹസൻ അൽ ഒബൈലി പറഞ്ഞു. തൊഴിൽ നിയമത്തിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഖത്തർ ചേംബറുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. മിനിമം വേതനം, തൊഴിൽ മാറ്റം, സ്വകാര്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, മന്ത്രാലയത്തിന്റെ കാര്യക്ഷമത എന്നിവയെക്കുറിച്ച് ചർച്ച നടന്നു. ഖത്തർ ചേംബറിലെയും മന്ത്രാലയത്തിലെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംയുക്ത കമ്മിറ്റി രൂപീകരിക്കാനും ധാരണയായി. കമ്പനികളുടെ വിലക്ക്, സ്വകാര്യ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുകയാണ് കമ്മിറ്റിയുടെ പ്രധാന ചുമതല. വാണിജ്യ രജിസ്റ്റർ സംബന്ധിച്ച ലംഘനത്തിന്, പ്രത്യേകിച്ചും വേതനം വൈകിച്ചാൽ മാത്രമേ കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയുള്ളൂ എന്നതാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. പുതിയ തൊഴിൽ വ്യവസ്ഥകൾ രാജ്യത്തിന്റെ തൊഴിൽ വിപണി കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്നും യോഗത്തിൽ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തൊഴിലുടമയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തൊഴിൽ മാറ്റത്തിന് അനുമതി, മിനിമം വേതനം 1000 റിയാൽ, ഭക്ഷണവും താമസവും നൽകുന്നില്ലെങ്കിൽ 1800 റിയാൽ എന്നിവ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള പുതിയ തൊഴിൽ നിയമങ്ങളിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഒപ്പുവെച്ചത്. 6 മാസത്തിന് ശേഷമാണ് നിയമങ്ങൾ പ്രാബല്യത്തിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.